പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നാം നന്ദി പറയുന്നു. ഈ വാക്യം ഞാൻ വായിച്ചിരിക്കുന്നു. ഈ വാക്യത്തിൽ എന്നെ സംസാരിക്കാൻ എന്നെ ബലപ്പെടുത്തണമേ. കേട്ടിരിക്കുന്ന ജനങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിങ്ങളെ ചില വർഷങ്ങൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഉണ്ണൂരി സാറിന്റെ കാലത്താണ്. അത് അങ്ങോട്ട് നോക്കും, ഒരു അപ്പച്ചനും അമ്മച്ചിയും ആരാധനയ്ക്കായി കടന്നു വരികയാണ്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അവർ അനുഭവിക്കേണ്ടി വന്നത് കുറച്ചൊന്നുമല്ല. ആരും സഹായമില്ലാതെ ഇരുന്നവർ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു പോവുകയാണ്. നമുക്ക് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ ആയിരിക്കാനാണ് കടന്നു വന്നിരിക്കുന്നത്. ഈ യൂത്തിൻ്റെ പ്രോഗ്രാമിൽ സ്പെഷ്യൽ പ്രോഗ്രാമുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. രണ്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് പലതിനെ ഓർത്ത് നമ്മൾ ദുഃഖിക്കുമ്പോൾ ഭാരപ്പെടുമ്പോൾ 2026 മുന്നോട്ട് എന്നെയും വിവിധ നിലകളിലുള്ള അക്രമങ്ങളും എല്ലാം പെരുകി വരികയാണ്. സുവിശേഷകർക്കെതിരെ ശക്തമായ നിയമ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഒരു ദോഷത്തിനും ഇറങ്ങി പുറപ്പെടാതിരുന്നിട്ടും വാളും വടിയുമായി നമ്മെ ഒരു പട്ടിയെ പോലെ ആക്രമിക്കുന്ന അങ്ങനെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മക്കളായി ഞങ്ങളുടെ തിരുസനത്തിലേക്ക് അടുത്തു വരുന്നു. കഥാവി 2026 കാണാൻ ഞങ്ങൾക്കൊരവസരം തരും. കഥാവി ഞങ്ങളെ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി അങ്ങ് ഞങ്ങളെ പണിയുന്ന ദിവസമാണ്.